രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പരാതിയുമായി കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ജസ്ന സലീം താൻ നൽകിയ പീഡന പരാതി കോടതി തള്ളിയതോടെ ഹണി ട്രാപ്പ് നടത്തിയെന്ന ആക്ഷേപം സൈബർ ഇടങ്ങളിൽ നടക്കുന്നുവെന്ന് അവർ പറഞ്ഞു. നടത്തിപ്പിലെ വീഴ്ചയാണ് കേസ് തള്ളാൻ കാരണമായത്. കൃഷ്ണ ചിത്രങ്ങൾ വരച്ചതിനാലാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്നും ജസ്ന പറയുന്നു. ഇല്ല, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? എനിക്ക് ആരുമില്ല പറയാൻ. ഞാൻ കൂട്ടുകാരെടുത്തൊക്കെ ഒന്നിനും പോയല്ലേ, ആരും വയ്യ, എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല. ഞാൻ ആകെ ചെയ്യുന്നൊരു തെറ്റ്, എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയാച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാ ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം ചെയ്യും? മറ്റൊരു മതത്തിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്? അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണും. ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചൂടെ? എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം. ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ആരെങ്കിലും വൈബയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്? ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ പടം വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം കുറയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. ആയിരിക്കും. അതില് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താല് നാണം കെട്ടു. രണ്ടാമത് നാണം കെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത്. എന്താ മജീദേ മോൾ ഇങ്ങനെയാന്നാ എല്ലാരും ചോദിക്കുന്നത്. ഓളെന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത്? അതിന്റെ പേരിൽ എന്റെ ബാപ്പ പിന്നെയും നാണം കെട്ടു. എന്റെ ബാപ്പ ഒരു ദിവസം വാപ്പയുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ മരിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത്. അതിന് ഞാൻ ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സഹായിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് വേണ്ട. കാരണം അതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മക്കും അപ്പക്കും അഭിമാനം ഉണ്ടാവില്ല. ഞാൻ നയിച്ചിട്ട് അതൊന്ന് ഉണ്ടാക്കുന്ന വീട്ടിലാണ് അവർക്ക് നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് 10,000 20,000ത്തിന്റെയും ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത്. എന്റെ ഫോട്ടോയിൽ 10,000 20,000 ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് റേഞ്ചിന് എന്താണോ താങ്ങുന്നത് അതിനനുസരിച്ച് എനിക്കിതിന്റെ ചെലവൊക്കെ നോക്കണ്ടേ. ഇവരാരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ദേവ് എന്നെ സഹായിക്കുന്നുണ്ട്, അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രം, അല്ലാതെ എനിക്ക് നല്ലത് വരട്ടെ എന്നല്ല. ഇതിന്റെ അടുത്ത് ഒരു BJP പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ. എനിക്കറിയില്ല. ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടന് പിന്നെ കളക്ടറേറ്റിൽ ഇത് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജസ്ന, എന്ത് കാരണവശാലും നീ ഈ ചിത്രവര നിർത്തരുത്. നീ അഭിമാനമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട്, ഒരു കാരണവശാലും ഇങ്ങനെ നിർത്തരുത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പിറ്റേന്ന് ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത്. അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി. അനീഷ്, കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ജസ്ന സലീമിനെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ പല രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു യുവതി. പക്ഷേ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർ വീണ്ടും ഈ വാർത്തകളിൽ ഇടം നേടുന്നത്? ഒരു പീഡന പരാതി ഉന്നയിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഒടുവിൽ കോടതിയിൽ ആ കേസ് തള്ളിപ്പോകുന്നു. അതിനുശേഷമാണ് ഈ ഹണി ട്രാപ്പ് നടത്തിയെന്ന ആക്ഷേപം സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ആരാണ്? അതോടൊപ്പം ഈ സൈബർ ഇടത്ത് ഏത് രീതിയിലുള്ളൊരു ആക്രമണമാണ് ഈ ജസ്നയ്ക്ക് നേരെ ഉണ്ടാകുന്നത്?
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും കേന്ദ്രീകരിച്ചാണ് ജസ്ന സലീമിനെതിരായ പ്രചാരണം വളരെ ഊർജിതമായി നടക്കുന്നത് എന്ന പരാതിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന യുവതി എന്ന രീതിയിലാണ് അവർ ശ്രദ്ധേയമായത്. ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞ് ഇന്ത്യക്കും അകത്തും പുറത്തും കേരളത്തിലുമെല്ലാമായി അവർ ആളുകൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന് നേരിട്ട് ചിത്രം സമർപ്പിക്കുകയും ചെയ്തു. അതാണ് അടുത്ത കാലത്ത് അവരെ ഏറ്റവും പ്രശസ്തമാക്കിയത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഗുരുവായൂരെത്തിയപ്പോഴാണ് ആ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത്. അത്തരത്തിൽ വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അവർ നേരത്തെ നൽകിയ ഒരു പീഡന പരാതി, ഒരു യുവാവ് അവരെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ഈ കോഴിക്കോട് കോടതിയുടെ വിധി എത്തുന്നത്. ഇവർ നൽകിയ പരാതിയിൽ കാര്യമായ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ പ്രതിയെ വെറുതെ വിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഉത്തരവ് ആണ് ഉണ്ടായത്. ആ ഉത്തരവിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ആ കേസ് നടത്തിപ്പിലൊക്കെ വലിയ വീഴ്ച പോലീസിനും പ്രോസിക്യൂഷനുമൊക്കെ ഉണ്ടായി എന്ന പരാതിയും ജസ്ന പങ്കുവെക്കുന്നു. പക്ഷേ ഇത്തരമൊരു കുറ്റവിമുക്തനാക്കപ്പെട്ടയാൾ പിന്നീടും അയാളും അയാളുടെ ഒപ്പമുള്ള ആളുകളും ഒപ്പം ജസ്നയ്ക്കെതിരെ അവസരം പാർത്തിരുന്ന കുറേ അധികം ആളുകളുണ്ട്. ജസ്നയുടെ ഈ പരമ്പരാഗത ശീലങ്ങൾ വിട്ടുള്ള ഇതര മതത്തിലെ ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നതൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴായി ഉണ്ടെന്ന് അവർ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളും മറുവശത്ത് ഒന്നു ചേർന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇവരൊരു ഹണി ട്രാപ്പുകാരിയാണ്. ഈ യുവാവിനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ച് അയാളിൽ നിന്നും വലിയ തുക ആവശ്യപ്പെട്ടു. സമാനമായ രീതിയിൽ തന്നെ മറ്റു പലരെയും ഹണി ട്രാപ്പിന് വിധേയമാക്കാൻ ഈ ജസ്ന ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ഈ സുരേഷ് ഗോപിയുമായും ഒക്കെ ബന്ധപ്പെടുത്തിയൊക്കെ ഈ സംഘപരിവാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ട് നിരവധി ഇനങ്ങളാണ്, അതായത് എഴുതി തയ്യാറാക്കിയ ഇനങ്ങളാണ് ഈ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നത്. അതിൽ ഇവർ തട്ടിപ്പുകാരെയാണെന്ന് അക്കമിട്ട് നടത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് തനിക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം കൃഷ്ണചിത്രങ്ങൾ വരച്ച് ആളുകൾക്ക് സമ്മാനിച്ചാണ് ഇവർ ഇപ്പോൾ ഉപജീവനമാർഗം കഴിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ സദാചാരപരമായി മേന്മയുള്ള ജീവിതം നയിക്കുന്ന ആളല്ല, ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആളല്ല എന്ന രീതിയിലേക്കുള്ള പ്രചാരണമാണ് കൊഴുക്കുമ്പോൾ ഇവരുടെ ചിത്രം വിൽപ്പനയെ ഇത് കാര്യമായി ബാധിക്കുകയും ഇവരുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ ഈ ചിത്രം വരച്ചാണ്. സ്വന്തമായി കുടുംബം വീടില്ലാതിരുന്ന അവരാണ്. അവർ പിന്നീട് വീടൊക്കെ നിർമ്മിക്കാൻ ഒക്കെ പല ആളുകളും സഹായം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്റെ ചിത്രം വരയും തന്റെ സാമൂഹിക ജീവിതത്തെയും ഇല്ലാതാക്കുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നാണ് ജസ്ന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ ആരായിരിക്കാം, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കാം? അങ്ങനെ ഒരു ആരോപണം ഈ ജസ്റ്റിന് ഉന്നയിക്കുന്നുണ്ടോ? കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ അനീഷ്. ഈ കൃഷ്ണ ചിത്രങ്ങൾ ഇവർ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ രീതിയിൽ ആക്രമണത്തിന് ഇരകളാകുന്നുണ്ട്. മറുവശത്ത് ചില സംഘപരിവാർ സംഘടനകൾ ഇവരെ സംരക്ഷിക്കുന്നു, അതല്ലെങ്കിൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു ഒക്കെ പറയുമ്പോഴും ഒരു മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ പ്രവണത അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പക്ഷേ ഈ ഹണി ട്രാപ്പ് നടത്തിയെന്നൊക്കെ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജസ്നയ്ക്കെതിരെ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? അതല്ലാതെ ഈ സൈബറിടത്ത് ഒരു സ്ത്രീയെ അവഹേളിക്കുകയാണോ ചെയ്യേണ്ടത്? അതിന് പിന്നിൽ ആരായിരിക്കാമെന്നാണ്, അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണം ആണ് എന്ന് തന്നെയാണോ ജസ്ന സംശയിക്കുന്നത്? ഇവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോലീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരാതിയുമായി സമീപിക്കുന്നുണ്ടോ? ആരുടെ പരാതി നൽകിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ടോമോ, 3 രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളിൽ തനിക്കെതിരായ ആളുകളുണ്ട് എന്ന് പറയുന്നത്. ഒന്ന്, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട യുവാവും അയാളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. ഒപ്പം ഈ സംഘപരിവാർ ഗ്രൂപ്പിൽ തന്നെ ഇവർക്കെതിരായി ചില കേന്ദ്രങ്ങൾ നിൽക്കുന്നുണ്ട്. കാരണം അപ്രതീക്ഷിതമായ പ്രശസ്തിയാണ് ഇവർക്ക് ലഭിച്ചത്. ഇവർ ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്ന ഇസ്ലാം മതവിശ്വാസി എന്ന പേരിൽ തന്നെയാണ് ഇവർക്ക് പ്രശസ്തി ലഭിച്ചത്. ഒപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളുമായി
ചിത്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്താൻ സ്ഥാപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ചിത്രങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു വളർച്ചയിലേക്ക് ഇവർ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിനപ്പുറം ഇവരെ എതിർക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന ഒരു ആക്ഷേപം ഇവർ തന്നെ പറയുന്നുണ്ട്. ചില ആളുകൾ ഇവർ നേരത്തെ നമുക്ക് നൽകിയ അഭിമുഖത്തിലും പറയുന്നു, ഒരു ചിത്രം വരച്ച ഒരു വേദിയിൽ വെച്ച് ഒരു സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ BJP പ്രവർത്തക എന്ന് അവകാശപ്പെട്ടയാൾ വളരെ അഭിനന്ദിച്ച് സംസാരിക്കുകയും നീ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം തനിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റാണ് അവർ ഇട്ടതെന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ അവരെ എതിർക്കുന്നു. മറ്റൊന്ന്, ഇവർ ഈ അന്യ മതത്തിലുള്ള ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ മതത്തിലെ ആളുകൾ തന്നെ തനിക്കെതിരെ നിരന്തരമായി വരുന്നുണ്ട്, തന്നെ നിരന്തരമായി ആക്രമിക്കുന്നു എന്ന് ഇവർ നേരത്തെ മുതൽ തന്നെ പരാതി പറയുന്നു. ഇപ്പോഴും ഇത്തരം ഒരു ആരോപണ ശരത്തിലേക്ക് ഇവർ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ നിനക്കിത് വരണം, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന രീതിയിൽ തന്റെ മതത്തിലുള്ള ആളുകളും തന്നെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ 3 കേന്ദ്രങ്ങൾ, 3 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്, തനിക്കെതിരെ ആക്രമണങ്ങൾ ഉയരുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അവർ പരാതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അല്ലെങ്കിൽ അത്തരമുള്ള ഏജൻസികൾക്കും ഈ നേരത്തെ ഉണ്ടായ കോടതി വിധിക്ക് മേൽ ഉപരികോടതികളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഒരു ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലായി തന്നെ പൊതുജനങ്ങൾ ഈ സംഭവങ്ങൾ അറിയണം. താൻ ഒരു ഹണി ട്രാപ്പുകാരിയല്ല, താൻ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് എന്ന് തെളിയിക്കാനായാണ് നമ്മളിലൂടെ അവർ ശ്രമിച്ചത്. അക്കാര്യങ്ങളാണ് അവർ തുറന്നു പുറത്തേക്ക് പറഞ്ഞതും. ടോം, അനീഷ്, ഇപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ രംഗത്തെത്തിയിട്ടുണ്ടോ? ഇത് വളഞ്ഞിട്ട് ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ ഇവർക്ക് തീർച്ചയായും ഒരു സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഇവരുടെ കുടുംബത്തിന്റെ പോലും പിന്തുണ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ കുടുംബത്തിന്റെ ഒരു അവസ്ഥ, ഇവരെ സംരക്ഷിക്കുന്ന സമീപനമാണോ കുടുംബത്തിൻ്റെത്? അത്തരത്തിലൊരു സംഘടിത സംരക്ഷണത്തെക്കുറിച്ചൊന്നും ചർച്ചകൾ ഉയർന്നു വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് തന്നെ അഭിമുഖം നൽകിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവർക്ക് അനുകൂലമായ ശക്തമായ വികാരമാണ് ഏറിയ പങ്ക് ആളുകളും പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്, അന്വേഷണവുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ അപ്പീലുമായി മുന്നോട്ട് പോവുക, മനുഷ്യാവകാശ കമ്മീഷൻ വഴി മുന്നോട്ട് പോവുക, കേന്ദ്രമന്ത്രിമാരെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞുള്ള ശക്തമായ പിന്തുണയാണ്. അപൂർവമായി ഇവർക്കെതിരായ ശബ്ദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കുടുംബം ഇവർക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി പിന്നിൽ അണിനിരക്കുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഭർത്താവ് വിദേശത്താണ്, അച്ഛനും മറ്റു കുടുംബങ്ങളുമൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ച് മുന്നോട്ട് പോകുന്നതിനോട് തന്റെ ചുറ്റുമുള്ള ആളുകൾ, തന്റെ സൗഹൃദ വലയത്തിലുള്ള അല്ലെങ്കിൽ തന്റെ ബന്ധുവലയത്തിലുള്ള ആളുകൾക്ക് അത്ര പിന്തുണയില്ല എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സഹോദരനടക്കം തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ പൂർണ്ണമായും അവർക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ മറുവശത്ത് വലിയ ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണ ഉണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അവർക്ക് വ്യക്തമാകുന്നത്. അവർക്ക് വലിയ കരുത്ത് നൽകുന്ന പ്രതികരണങ്ങൾ തന്നെ വരുന്നു. അവർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം ഇതിൽ നിന്നും ലഭിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും വര മുന്നോട്ട് കൊണ്ടുപോകാനും വരയ്ക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടാവാനും ഈ നിയമ നടപടികളും മറ്റു ആക്ഷേപങ്ങളുമൊക്കെ മറുവശത്തും പോവുക എന്നത് തന്നെയാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്ന സലീം എതിരായിട്ടുള്ള സൈബർ ആക്രമണം, ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രം, ഒരു വ്യക്തി എന്ന രീതിയിൽ, അതല്ലെങ്കിൽ സ്വയം ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രീതിയിൽ സൈബറിടത്ത് ആക്രമിക്കുന്നത്. ജസ്ന പരാതി നൽകുകയാണെങ്കിൽ പോലീസ് ഈ വിഷയത്തിൽ നടപടി തന്നെ സ്വീകരിക്കണം.